ഹലോ. അപ്പൊ നമ്മുടെ പള്ളിയുടെ ആശീർവാദ കർമ്മമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അതിനുശേഷമുള്ള നമ്മുടെ ആദ്യത്തെ പള്ളിപ്പെരുന്നാളാണ്. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ മിസ്റ്റർ സെയിന്റ് ലോറൻസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെരുന്നാളാണ് നമ്മുടെ ഏറ്റവും വലിയ പെരുന്നാൾ. ആഗോള സഭ തന്നെ പുണ്യാളന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 10-നാണ്. അപ്പൊ ഇത്തവണ നമുക്ക് എല്ലാം ഒത്തിണങ്ങി ഒരു സൺഡേ തന്നെ ഓഗസ്റ്റ് 10 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആഘോഷമായിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെയായിരുന്നു. പിന്നെ പുതിയ പള്ളിയും കൂടി ആയതുകൊണ്ടിട്ട് മാറ്റം ഒട്ടും കുറച്ചിട്ടില്ല. കണ്ടില്ലേ, ഭയങ്കര നന്നായിട്ട് തോരണങ്ങളും ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് പള്ളി ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും വനിതകളാണ് നമ്മുടെ പ്രസിദ്ധേന്തിമാര്. ഇവരിതേ ഒരേ വേഷത്തിൽ തിരിയൊക്കെ കത്തിച്ചു പോകുന്നത് പ്രദക്ഷിണത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ഇവര് കൂടാതെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു പ്രസിദ്ധേന്തിയൻ കുടുംബം ഉണ്ട് കേട്ടോ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതാണ് നമ്മുടെ പുണ്യാളന്റെ രൂപം പിടിക്കാൻ വേണ്ടി നമ്മുടെ മനോജേട്ടനുണ്ട്. കണ്ടില്ലേ എത്ര വലിയ പ്രദക്ഷിണമാണെന്ന്. എല്ലാവരും സജീവമായിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാളിന് പങ്കെടുത്തിട്ടുണ്ട്. വഴികളിൽ ഇതേപോലെ ലോറൻസ് പുണ്യാളന്റെ രൂപം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പടക്കവും മത്താപ്പൂവും, അങ്ങനെ പ്രദക്ഷിണം ഗ്രാൻഡ് ആയിരുന്നു. ബാൻഡ് സെറ്റും ചെണ്ടമേളവും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഇവിടെ നിന്ന് നമ്മൾ മറ്റെവിടെ പോയാലും നമുക്ക് നാട്ടിലെ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പള്ളിപ്പെരുന്നാള്, ഉത്സവമൊക്കെ അല്ലേ. അപ്പൊ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പള്ളിയിലോട്ട് കയറുവാണ്. ആൾത്താര ബാലകരുടെ ബാക്കിലായിട്ട് നമ്മുടെ കൊച്ചച്ഛനും വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പള്ളിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യൂ. വളരെ മനോഹരമാണ്. ലൈറ്റ്സും തോരണങ്ങളും. പള്ളി തന്നെ ഫുള്ള് ലൈറ്റിൽ കുളിച്ചിരിക്കുവായിരുന്നു. അല്ലെങ്കിലും പള്ളിപ്പെരുന്നാളും ഉത്സവമൊക്കെ ഒരു വൈബ് തന്നെയാണല്ലോ. അപ്പൊ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ ടോയ്സും പോപ്കോണൊക്കെ മേടിക്കാനായിട്ടൊന്ന് കറങ്ങി. ഏതിനും എവിലും ടോയ്സ് മേടിക്കാൻ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏതേലും ഒരു ടോയ് മേടിക്കാമെന്നുള്ള ഒരു ധാരണയില് ഏത് മേടിക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്ന നടപ്പാണ് നിങ്ങളെ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു നൊസ്റ്റുമാണ്. പണ്ട് ഇതേപോലെ പള്ളിപ്പെരുന്നാളിന് അപ്പച്ചന്റെ അമ്മച്ചിന്റെ അടുത്ത് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച കഥകളൊക്കെ അവര് പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഇതിന്റെ കൺഫ്യൂഷൻ ഇനിയും മാറിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇവിടെ നല്ലൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാൻഡ് സെറ്റ് സിനിമാ ഗാനങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചു നേരം കേട്ട് നിന്നു. അവസാനം ഇതിൽ ഇത് സെലക്ട് ചെയ്തു. ഏതിന് ഈ ഒരു ബൈനോക്കുലർ.
പക്ഷെ കഴിക്കുന്നത് ഫുള്ള് പപ്പയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കലാശക്കൊട്ടാണ്. ശിങ്കാരിമേളവും ബാൻഡ് സെറ്റൊക്കെ ഒരുമിച്ച് എല്ലാവർക്കും ഒരു അടിപൊളി വിരുന്നായിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഒരു 8 മണിയായപ്പോഴത്തേക്കും നമ്മുടെ കൊടിയിറക്കവും നടന്നു. അങ്ങനെ ഈ വർഷത്തെ പെരുന്നാൾ അവസാനിക്കുകയാണ്. നമ്മളും കുറച്ചു നേരം ഡാൻസ് കളിക്കാനൊക്കെ കൂടി. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു സന്തോഷത്തോടെ വിരിഞ്ഞു. ഈ വർഷത്തെ പെരുന്നാൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.